Payaling ko Jisu. Thank you, Jesus. അരുണാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇറ്റാനഗർ രൂപതയുടെ കാര്യം സംസാരിക്കുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ കഴിയാത്ത എന്നാൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാമമാണ് CC ജോസ് എന്ന ഫാദർ ജോസ് ചെമ്പരത്തി. നമ്മൾ പല സ്ഥലങ്ങളിലും പോയപ്പോൾ അവിടെയെല്ലാം അവർ പറഞ്ഞ പേരാണ് ഫാദർ CCയുടേത്. ആദ്യമായിട്ട് അവരുടെ വില്ലേജിൽ കടന്നു വന്ന വൈദികൻ ആര് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള പേര് ഫാദർ CCയുടെ ആയിരുന്നു. CC അച്ഛൻ്റെ ജീവിതം എന്ന് പറയുന്നത് 1979 മുതൽ ഒരു ബ്രദറായിരിക്കുന്ന കാലഘട്ടം മുതൽ അരുണാചലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ഒരു അരുണാചൽ മിഷൻ, പ്രത്യേകിച്ച് ഇറ്റാനഗർ രൂപത ഇത്രമാത്രം വളർന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കിയത് CC അച്ഛനാണെന്ന് എല്ലാവരും സമ്മതിക്കും. ഈ നിമിഷത്തിൽ നമുക്ക് നമ്മളോടൊപ്പമായിരിക്കുന്ന CC അച്ഛനെ പരിചയപ്പെടാം. CC അച്ഛൻ്റെ ജീവിത വഴികളിലൂടെ നമുക്കും ഒന്ന് സഞ്ചരിക്കാം. ജയ് ജിസു. അച്ഛനെ കാണുക എന്നുള്ളത് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു. കാരണം പോയ വില്ലേജുകളിലെല്ലാം ആൾക്കാർ അച്ഛൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പം അച്ഛനെ കണ്ടുമുട്ടാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യം. ഈ പ്രത്യേകിച്ച് പാലിനെന്ന് പറയുന്ന ഈ ദേശത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു മാധുര്യമുണ്ട്. കാരണം കഴിഞ്ഞ 25 വർഷം മുമ്പ് ഇതേ ഒരു ദിവസത്തിലാണ് അച്ഛൻ MC സിസ്റ്റേഴ്സിനെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പം അവരിന്നതിൻ്റെ ജൂബിലി ആഘോഷിക്കുന്നുണ്ട്. ആ നിമിഷത്തിനെ കണ്ടതിൽ എനിക്ക് ഒരു ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനം ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും മലയാളികൾ എന്ന നിലയിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു, നമ്മളെല്ലാം അഭിമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ നാട് എവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കും. എൻ്റെ നാട് തൊടുപുഴയാണ്. തൊടുപുഴ മുതൽക്കോടം ഇടവകയിലാണ് എൻ്റെ വീട്. ചെമ്പരത്തി എന്ന വീട്ടുപേര് എൻ്റെ വീട്. അച്ഛൻ എത്രാമത്തെ വയസ്സിലാണ് സലേഷ്യൻ സഭയിൽ ചേരാനായിട്ട് നോർത്ത് ഈസ്റ്റിലേക്ക് വന്നത്? ഞാൻ 12 വയസ്സ് കഴിഞ്ഞപ്പം പോന്നതാണ് സലേഷ്യൻ സഭയിൽ ചേരാനായിട്ട്. ആദ്യം ഞാൻ പച്ചാളം, ഡോൺ ബോസ്കോ പച്ചാളം അവിടെ ചേർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അസാമിലേക്ക് വന്നു. അവിടുന്ന് പിള്ളേരെ പല സ്ഥലത്തേക്കും വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ ആസാമിലേക്ക് വിട്ടു. അച്ഛൻ, ഞാൻ കേട്ടിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അച്ഛൻ ബ്രദറായിരിക്കുമ്പോൾ തന്നെ ഈ അരുണാചലിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണ്. അതായത് ഒരു സാധ്യതയുമില്ലായിരുന്നു. ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് ഞങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഒരു 40 വർഷം മുമ്പ് അച്ഛൻ ഇങ്ങോട്ട് കയറി വന്ന സാഹചര്യവും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? ഇതൊരു ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ഞാൻ അരുണാചലിന് പോകും അങ്ങനെയൊന്നും. ഇതൊരു ദൈവത്തിൻ്റെ ഒരു പരിപാലനം കൊണ്ട് ഇങ്ങനെ വന്നു പോയതാണ്. ഞാൻ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അരുണാചലിലെ അന്നായിരുന്നു പെർസിക്യൂഷൻ കൂടുതലായിട്ടുള്ളതും. പിന്നെ 1978 നമ്മുടെ ആ ഫ്രീഡം ഓഫ് റിലീജിയൻ ബില്ല് പാസ്സാക്കിയത്. അപ്പം അത് വലിയൊരു ചർച്ചയായിരുന്നു. ഇവിടെ മാത്രമല്ല, നോർത്ത് ഈസ്റ്റിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം ഒരു ചർച്ചയായിരുന്നു. അപ്പം അത് എല്ലാവർക്കും വലിയൊരു സംഭവമായിരുന്നു. അതോട് സംബന്ധിച്ച് ഷില്ലോങ്ങിലും പല പ്രാവശ്യം ഡെമോൺസ്ട്രേഷനും പിന്നെ പല പ്രാവശ്യം മീറ്റിങ്ങും, പിന്നെ ഇവിടുന്ന് അരുണാചൽ ആൾക്കാർ ഷില്ലോങ്ങിലേക്ക് വരികയും ആ സമയത്ത് അവരെയൊക്കെ സഹായിക്കാൻ ഞാൻ പോകുമായിരുന്നു. അങ്ങനെ വന്ന സാഹചര്യത്തിൽ ബിഷപ്പ് തോമസ് മേനാമ്പറമ്പിൽ എന്നോട് ചോദിച്ചു ഇവിടെ വന്നൊരു ബൈബിൾ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാമെന്ന്. ഞാൻ തിയോളജി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അരുണാചൽ പ്രദേശിൽ. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ഫാദർ CM പോൾ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നൊരു ബൈബിൾ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ബൈബിൾ ക്യാമ്പിൽ ഈ ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അന്ന് മുതൽ എനിക്ക് ഇവരോട് വലിയൊരു സ്നേഹമുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാനുള്ള ഏത് ഏരിയ നിന്നാണ് അച്ഛൻ ഇങ്ങോട്ട് കടന്നത്? അല്ല, ആ സമയത്ത് നമുക്ക് കടക്കത്തില്ലായിരുന്നു. ഈ ബൈബിൾ ക്യാമ്പൊക്കെ നടത്തിയത് ആസാമിലായിരുന്നു. അപ്പോൾ ആൾക്കാർ അരുണാചലിൽ നിന്ന് വന്നിട്ട് നമ്മൾ ആസാമിൽ ഇടവകയിൽ അന്ന് ധൂളഹാട്ടിലായിരുന്നു. ധൂളഹാട്ട് എന്ന് പറഞ്ഞ ഒരു തെസ്പൂർ രൂപതയിലെ ഒരു ഇടവകയാണ്. ആ ഇടവകയിലായിരുന്നു നമ്മൾ ബൈബിൾ ക്യാമ്പ് നടത്തിയത്. ആ സമയത്ത് പലരും ക്രിസ്തുവിനെ അറിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് പലരും സ്കൂൾ അഡ്മിഷന് വേണ്ടി വന്നായിരുന്നു, പല സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു സലീഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പല സ്കൂളുകളും ഉണ്ടായിരുന്നു.
അപ്പം ഇങ്ങ് ഫാദർ കുളന്തേ അപ്പം ആയിരുന്നു അവിടുത്തെ പാരിഷ് പ്രീസ്റ്റ്. പുള്ളി എന്നോട് ചോദിച്ചു സ്കൂളിൽ പോയി അഡ്മിഷൻ കിട്ടാൻ പറ്റുമല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ ഈ പിള്ളേരെ കൊണ്ട് കോഹിമായ്ക്ക് പോയി, ഷിലോങ്ങിന് പോയി, പിന്നെ തൂറായ്ക്ക് പോയി, പല സ്ഥലത്തും ഇങ്ങനെ പോയി പല പിള്ളേരെയും സ്കൂളിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 120 പിള്ളേരെ പല സ്കൂളിലായിട്ട് ആ ഒരു 1-2 വർഷത്തിനുള്ളിൽ അല്ല 1-2 വർഷം 1-2-3-4 മാസത്തിനുള്ളിൽ 120 പേരെ പല സ്കൂളിലുമായിട്ട് അരുണാചൽ അഡ്മിഷൻ ചെയ്തു. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അത് തന്നെയായിരുന്നു ഇതിന്റെ ഒരു കുതിപ്പിന് തുടക്കം കുറിച്ചെന്ന്. അത് തന്നെ ഈ പിള്ളേർ നമ്മുടെ സ്കൂളിൽ പോയി പഠിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞു. അത് അങ്ങനെ അവർ സ്നേഹിച്ചു. അങ്ങനെ അവർക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവനെ പറ്റി മനസ്സിലാക്കി. അങ്ങനെ അവർക്ക് അവർ തന്നെ തോന്നി നല്ലൊരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഇതൊരു നല്ലതാണ്. അവർക്ക് പിന്നെ പഠിത്തത്തിന് വേണ്ടി തന്നെ അവർ വന്നു. അങ്ങനെ അവർ പതുക്കെ നമ്മളെ അറിയാൻ പറ്റി. ഈ സെക്രട്ടറി പഠിക്കുന്ന കാലഘട്ടത്തിൽ പിന്നീടും വന്നിരുന്നു. പിന്നീട് ഞാൻ സെക്രട്ടറി ഹാളിൽ ഞാൻ പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് 79-ലായിരുന്നു. 79 80 ജൂണിൽ ഞാൻ പിന്നെയും വന്നു ഇങ്ങോട്ട്. അതൊരു ടൂറിന് മാത്രം. ചുമ്മാ ഇവിടെ അച്ഛന്മാർ ആരും വന്നിട്ടില്ല. ആദ്യമായിട്ട് ആരും പോകുന്നു. ആദ്യമായിട്ട് ഞാൻ നടന്ന് സീറോയിൽ നിന്ന് നോപ്പിൻ വരെ നടന്നു പോയി. സീറോയിൽ നിന്ന് നോപ്പിൻ വരെ ഈ വഴി അത് ഒരു 4 ദിവസം എടുത്തു നോപ്പിനിലെത്താനായി. അത് 1980 ജൂണിൽ മഴയുള്ള സമയത്തായിരുന്നു. നല്ലപോലെ അത് നടന്നു. ഇവിടെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ നടന്നു. ആ സമയത്താണ് ആദ്യമായിട്ട് അരുണാചലിൽ പ്രവേശിക്കുന്നത്. ആദ്യമായിട്ട് ആ സമയത്താണ് പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ക്രിസ്മസ് 79 ക്രിസ്മസ് ആദ്യമായിട്ട് നമ്മൾ അരുണാചലിൽ ഒരു ഓപ്പൺ ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്ത് 1979 അത് ലക്കി വില്ലേജ് എന്ന് പറയുന്ന ഈറ്റനഗറിന് അടുത്തായിട്ട്. അത് ഇന്ന് ആസാമിൽ നിന്ന് വലിയ ദൂരമില്ല. അവിടെയായിരുന്നു ആദ്യമായിട്ട് നമ്മൾ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ അരുണാചലിൽ വെച്ചത്. പബ്ലിക്കായിട്ടാണ് നടത്തിയത്. പക്ഷേ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ പോലീസുകാർ വന്ന് നമ്മളെ പുറത്തിറക്കി. ഇതിപ്പോൾ നടത്താൻ പറ്റിയല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പുറത്താക്കി. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അവിടുന്ന്. പിന്നീട് അച്ഛനായി കഴിഞ്ഞപ്പോഴാണ് എന്നെ അച്ഛനായപ്പം ഇവിടുത്തെ ആൾക്കാരെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവർ തന്നെ എൻ്റെ പ്രൊവിൻഷ്യലിൻ്റെ അടുത്ത് പോയി പറഞ്ഞു എന്നെ ഇങ്ങോട്ട് വിടണം. ഫാദർ കുളന്ത സ്വാമിയുടെ കൂടെ ഞാൻ ജോലി ചെയ്തുകൊണ്ട് ഫാദർ കുളന്ത സ്വാമിയും എൻ്റെ പ്രൊവിൻഷ്യലിനോട് പറഞ്ഞു ഇങ്ങോട്ട് വിടാനായിട്ട്. അല്ലെങ്കിൽ ഞാനൊരു റിലീജിയസ് ആണ്. ഈ രൂപതക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ താമസിക്കാറില്ല. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് എനിക്ക് ആൾക്കാരെ അറിയാൻ പറ്റിയതുകൊണ്ട് എന്നോട് ഇങ്ങോട്ട് അങ്ങനെ ആദ്യത്തെ എൻ്റെ അപ്പോയിൻമെന്റ് ഇവിടെയായിരുന്നു, ഈ ഹർമുട്ടിയിലായിരുന്നു. ഫാദർ കുളന്തേസ്വാമി ആയിരുന്നു വികാരി. ഈ ഒരു മുന്നേറ്റത്തെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണല്ലോ. അതെ പുള്ളിയായിരുന്നു അവിടെ തുടങ്ങിയതും. പുള്ളിയെ സഹായിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയത്. എന്നിട്ട് അപ്പം 81 എന്നെ അവിടെ അസിസ്റ്റൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. 80 എൻ്റെ ഓർഡിനേഷനായിരുന്നു. 81 ഞാൻ അവിടെ അതിനുശേഷമുള്ള ആദ്യത്തെ ടൂറിങ് എങ്ങോട്ടായിരുന്നു? അതിനുശേഷമുള്ള ആദ്യത്തെ ടൂറിങ് അന്നൊന്നും നമുക്ക് അകത്തേക്ക് വരാൻ പറ്റിയല്ലായിരുന്നു. നമുക്കിങ്ങോട്ട് അകത്തേക്ക് കയറി പ്രവേശിക്കാനോ ടൂറിങ്ങിനായിട്ടോ അവർ പെർമിഷനൊന്നും തരികയില്ലായിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെ ടൂറിങ് ഇല്ലായിരുന്നു നമുക്ക്. 81, 82 പിന്നെ എൻ്റെ ആദ്യത്തെ ടൂർ എന്ന് പറഞ്ഞാൽ 83 ക്രിസ്മസിലാണ്. ഇപ്പം 81 മുതൽ 82 വരെ ഞാൻ അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് ഹർമുട്ടിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പ്രൊവിൻഷ്യൽ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കത്തില്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ നാഗാലാൻഡിലേക്ക് ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് വിട്ടു. പിന്നെ ആ സമയത്താണ് ഫാദർ കുളന്തി സ്വാമി മെത്രാനോട് പറഞ്ഞു
എനിക്ക് ഇവിടുന്ന് ഒരു മാറണം, ആരെങ്കിലും ഒന്ന് വിടണം, അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. ആ സമയത്ത് ബിഷപ്പ് റോബർട്ട് ഞങ്ങളുടെ പ്രൊവിൻഷ്യനെ വിളിച്ചു പറഞ്ഞു ഈ സെൻറ്റർ ഏറ്റെടുക്കാനായിട്ട്, ഈ ഹർമുട്ടി സെൻറ്റർ ഏറ്റെടുക്കാനായിട്ട്. അങ്ങനെ അന്നേരം പ്രൊവിൻഷ്യൽ എന്നോട് ചോദിച്ചു പോയി ഏറ്റെടുക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഹർമുട്ടിയിൽ പാരിഷ് പ്രീസ്റ്റായിട്ട് 83 സെപ്റ്റംബറിൽ ഞാൻ അവിടെ എത്തി. തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ വലിയൊരു നിയോഗമാണെന്ന് എനിക്കിന്ന് ഇവിടെ ഇരിക്കുമ്പോൾ പറയാൻ സാധിക്കും. അരുണാചൽ പ്രദേശ് സംബന്ധിച്ച് ഈ അരുണാചൽ പ്രദേശിൽ ആദ്യമായിട്ട് ഒരു കോൺഗ്രിഗേഷൻ, അതായത് മദർ തെരേസയുടെ കോൺഗ്രിഗേഷൻ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് അച്ഛനാണ്. അതിന് മുൻകരുത് ആ സംഭവം ഒന്ന് പറയാമോ? ഞാൻ മദർ തെരേസയിലെ 1986 കാണുന്നത് കൽക്കട്ടയിൽ വെച്ച്. അപ്പോൾ ആ സമയത്ത് ഞാൻ മദർ തെരേസയോട് പറഞ്ഞായിരുന്നു നമുക്കിവിടെ ഒരു കോൺവെൻറ്റ് തുടങ്ങണം എന്ന്. പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അച്ഛന്മാർക്കും ഇങ്ങോട്ട് കയറാൻ പറ്റിയല്ല. പക്ഷേ ഈ മദർ തെരേസ എന്ന് പറഞ്ഞ ഒരു പേരുകേട്ട വ്യക്തിയാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. അപ്പം ഗവൺമെൻറ് അതിനെപ്പറ്റി എതിർക്കുകയല്ല. പിന്നെ അത് മാത്രമല്ല, മദർ തെരേസയും ആയിട്ട് ഗവൺമെൻറ്റുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തത് ഇങ്ങനെ മദർ തെരേസ വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ ആൾക്കാരെ സഹായിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ മദർ തെരേസയുടെ അടുത്ത് പോയതാണ്. അന്നേരം മദർ തെരേസ ഒരെഴുത്തെഴുതിയായിരുന്നു ഗവൺമെൻറ്റിന് ഇവിടെ ഒന്ന് പ്രവേശിക്കണമെന്ന്. ഗവൺമെൻറ് അനുവാദം കൊടുത്തില്ല, സമ്മതിച്ചില്ല. പിന്നെ 1992 ഇങ്ങനെ സിസ്റ്റേഴ്സ്, അന്നൊന്നും നമ്മൾ അരുണാചലിൽ കയറിയിട്ടില്ല, ഹർമുട്ടി തന്നെയായിരുന്നു. ഹർമുട്ടി അവിടെ താമസിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ചിലപ്പോഴൊക്കെ ടൂറിംഗ് ഒക്കെ നടത്തുമായിരുന്നു. 1992 ഈസ്റ്ററിന് സിസ്റ്റേഴ്സിനെ ഞാൻ വിളിച്ചായിരുന്നു ഈ അച്ഛന്മാരുടെ കൂട്ടത്തിൽ പോയി വില്ലേജിലെ മെഡിസിൻ കൊടുക്കാനും ഈ പിള്ളേരെയൊക്കെ നോക്കാനും ഒക്കെ ആയിട്ട്. അപ്പം ആ സമയത്ത് ആ സിസ്റ്റേഴ്സിനെ ഞാൻ പല്ലിലേക്കാണ് പറഞ്ഞു വിട്ടു. അന്നേരം TJ സഭാഷനും കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെ വന്ന് നോക്കി. അപ്പം അവരുടെ പ്രവർത്തനം കണ്ടിട്ട് എനിക്ക് തോന്നി ഇവർ വല്ലപ്പോഴും ഇങ്ങനെ വരികയാണെങ്കിൽ നല്ലതായിരിക്കുന്നു. അപ്പം ഞാൻ ബിഷപ്പ് റോബർട്ടിനോട് പറഞ്ഞു, ബിഷപ്പ് ഒരു കാര്യം ചെയ്യുക, മദറിനോട് എഴുതുക, വല്ലപ്പോഴും സിസ്റ്റേഴ്സിനെ ഇങ്ങനെ പറഞ്ഞു വിടുക, അങ്ങനെ ആൾക്കാരെ സഹായിക്കാനും മരുന്ന് കൊടുക്കാനും വില്ലേജിലൊക്കെ പോകാനും ഒക്കെ ആയിട്ട്. അപ്പം ബിഷപ്പ് റോബർട്ട് മദറിന് ഒരു എഴുത്ത് എഴുതി സിസ്റ്റേഴ്സിനെ ഇങ്ങനെ വിടാവോ എന്നും ചോദിച്ചുകൊണ്ട് ബിഷപ്പ് ആ എഴുത്ത് മദറിന് വിട്ടിട്ട് ബിഷപ്പ് യൂറോപ്പിന് ടൂറിന് പോയി. അപ്പം മദർ ഈ എഴുത്ത് കിട്ടി. മദർ ഓർത്ത് സിസ്റ്റേഴ്സിനെ പെർമനൻ്റ് ആയിട്ട് ഇങ്ങോട്ട് വിടാനായിട്ടായിരിക്കുന്നു. അപ്പം മദർ അത് സമ്മതിച്ച് റീജിയണൽ സുപ്പീരിയർ ഉണ്ടായിരുന്നു സിസ്റ്റർ സുമ്മയോട് പറഞ്ഞു, ഐ എം റെഡി ടു സെൻഡ് ദ സിസ്റ്റേഴ്സ്. ഞാൻ സിസ്റ്റേഴ്സിനെ അയക്കാനായിട്ട് റെഡിയാണ്. അപ്പം ഞാൻ ജൂൺ 26 നമ്മുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിന് ആദ്യത്തെ കോൺവെൻറ്റ് തുടങ്ങണം. അപ്പം അതാണ് മദറിൻ്റെ ആഗ്രഹം. അതെന്നാ ജൂൺ 20 റീജിയണൽ സുപ്പീരിയർ എൻ്റെ അടുത്ത് വന്നു ഈ എഴുത്തും കൊണ്ട്. അപ്പം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, ഒന്നും റെഡി ആയിട്ടില്ല, പക്ഷേ മദർ പറയുകയാണെങ്കിൽ അത് ശരിയാകും. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോയി. ഈ ഗുംദോയിൽ പോയി നോക്കി, ബന്ദർദേവിൽ പോയി നോക്കി. അന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ് ലീഡർ ഉണ്ടായിരുന്നു, തക്കം സഞ്ജയ്. പുള്ളി പിന്നെ MP ആയി, മന്ത്രിയായി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി പല സ്ഥലങ്ങളും നോക്കി, ഒരു സ്ഥലവും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതൊക്കെയാലും ഞാൻ സിസ്റ്റേഴ്സിനോട്, നിങ്ങൾ തിരിച്ചു പൊക്കോ, പേടിക്കണ്ട, 26 നമ്മൾ കോൺവെൻറ്റ് തുടങ്ങും. അപ്പം മറ്റേ കൂടെ വന്ന സിസ്റ്റേഴ്സും അവിടെ ഈ റീജിയണൽ സുപ്പീരിയറിൻ്റെ കൂടെ സിസ്റ്റേഴ്സും വന്നിരുന്നു. ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്യാൻ, ഒന്ന് സർവേ ചെയ്യാനായിട്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, 26 തന്നെ നമ്മൾ കോൺവെൻറ്റ് തുടങ്ങും. ഏതൊക്കെയാലും അവർ പോയി. പിറ്റേ ദിവസവും ഞാൻ സ്ഥലം നോക്കി, പല സ്ഥലത്തും പോയി, ഒരിടത്തും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ 23 നമ്മുടെ ഫോർമർ ചീഫ് മിനിസ്റ്റർ നവം തൊക്കിയെ കാണാൻ പോയി. അന്ന് പുള്ളി NSUI ലീഡറാണ്. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് പോയി പറഞ്ഞു, തൊക്കി, ഞാനൊരു സ്ഥലം നോക്കുകയാണ്, മദർ തെരേസ സിസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്, അവരെ ഒന്ന് താമസിപ്പിക്കാനായിട്ട് നമുക്കൊരു സ്ഥലം വേണം. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു,
നോക്കിയാൽ പറ്റില്ല, എനിക്ക് ഇന്നും സ്ഥലം വേണമെന്ന് പറഞ്ഞു. അപ്പം ഏതൊക്കെയാലും പുള്ളി ഒരു നിക്കറൊക്കെ ഇട്ട് ഇരിക്കുകയായിരുന്നു. പുള്ളി പാൻറ്റൊക്കെ ഇട്ട് പുള്ളിയുടെ വണ്ടിയെ തന്നെ ഞങ്ങൾ വന്ന് പുള്ളി നമ്മുടെ ഒരു കാത്തലിക് പയ്യൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം പുള്ളിയെ പറഞ്ഞു, ഈ പുള്ളി ഒരു ചെറിയൊരു വീടുണ്ടാക്കുന്നുണ്ട്, അപ്പം നമുക്ക് പുള്ളിയോട് ചോദിക്കാം. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, പുള്ളിയുടെ പേര് തൊക് ബൊത്തും എന്നാണ്. ബൊത്തുമിനോട് ഞാൻ പറഞ്ഞു, ബൊത്തും സിസ്റ്റേഴ്സ് ഒരു സ്ഥലം അന്വേഷിക്കുന്നുണ്ട് അവർക്ക് താമസിക്കാനായിട്ട്, അത് കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞു, അതെന്തിനാച്ചാ, എൻ്റെ വീട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അവർക്ക് ഞാൻ കൊടുക്കാമല്ലോ. വീടെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ബാമ്പു നമ്മുടെ ഷെഡ് പോലെ ഉണ്ടാക്കിയതാണ്. അത് അകത്ത് സിമെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ടിന്ന് മാത്രമുണ്ട്, ചുമ്മാ ഒരു ഹോള് മാത്രം. അപ്പം ഞാൻ പറഞ്ഞു, ശരി അത് തന്നേരെ, ഞാൻ ശരിയാക്കിക്കോളാമെന്ന്. അപ്പം 2 ദിവസം കൊണ്ട് നമ്മളവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കി, പിന്നെ അത് ഫ്ലോറിങ് സെമെൻറ്റ് ചെയ്തു. ഏതൊക്കെയാലും എല്ലാം ശരി. 26-ാം തീയതി തിരുഹൃദയത്തിൻ്റെ പെരുന്നാളിൻ്റെ നമ്മൾ അത് ഇനോഗ്രേറ്റ് ചെയ്തു. അന്ന് വൈകുന്നേരം അവിടെ കുർബാന ചൊല്ലി സിസ്റ്റേഴ്സ് അവിടെ വന്ന് താമസിച്ചു. ഒരു അത്ഭുതകരമായ എന്ന് പറഞ്ഞാൽ അത്ഭുതകരം എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ടും നമ്മൾ അന്ന് ഗവൺമെൻറ് പെർമിഷൻ ചോദിച്ചിട്ടില്ല. നമ്മൾക്ക് തന്നെ അറിയത്തില്ല ഇത് എന്താകും, എങ്ങനെയാകും എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങോട്ട് വരാനുള്ള ഒരു അനുവാദവും ഇല്ല. ഏതൊക്കെയാലും അവർ വന്നു. നമ്മുടെ അന്ന് കുറച്ച് നമ്മുടെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു, മിനിസ്റ്റർ താദർ തന്യാങ് ഉണ്ടായിരുന്നു. അപ്പം ഇവരിൽ പലരെയും പഠിക്കാനായിട്ട് സഹായിച്ചത് അച്ഛനായതുകൊണ്ട് തന്നെ പിന്നെ രാഷ്ട്രീയ രംഗത്തും മറ്റ് ഓഫീസേഴ്സിൻ്റെ ഇടയിലും ഇപ്പം ആദ്യത്തെ ബാച്ചിൽ പഠിക്കാനായിട്ട് പല സ്ഥലത്ത് പോയവരും പിന്നീട് ഈ ഒരു ഉന്നത പദവികളിലേക്കൊക്കെ വന്നത് ഒത്തിരി സഹായകരമായി തോന്നുന്നു. അതെ, അത് അവർക്കൊക്കെ അതിൻ്റെതായ ഒരു നന്ദി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അവർക്ക് തന്നെ അറിയായിരുന്നു ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഉപകാരം ചെയ്യും, ആൾക്കാർക്ക് എന്തെല്ലാം ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ ഉണ്ടായിരുന്നു, ഇതെന്തിനാ തുടങ്ങിയത്, ഇവരെ നിർത്താൻ പറ്റിയല്ല. പക്ഷേ അവിടുത്തെ ലോക്കൽ ആൾക്കാർ തന്നെ നമ്മളെ ഡിഫെൻഡ് ചെയ്തു. അവർ പറഞ്ഞു, സിസ്റ്റേഴ്സ് ഇവിടെ വന്ന് നല്ല ജോലി സഹായമാണ് ചെയ്യുന്നത്, അത് ഗവൺമെൻറ് ചെയ്യാത്ത സഹായങ്ങളാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സിസ്റ്റേഴ്സിനെ വേണം. 92 ജൂൺ 26 നമ്മൾ ഈ കോൺവെൻറ്റ് തുടങ്ങി. അപ്പം നമ്മൾ ഓർത്തു ഇനി ഒരു സ്കൂൾ തുടങ്ങാമെന്ന്. അപ്പം ജൂലി വില്ലേജിൽ നിന്ന് നമ്മൾക്ക് അവിടെ നമ്മുടെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ ഒരു ഡോൺ ബോസ്കോ സ്കൂൾ നമുക്ക് തുടങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങാം. അപ്പം 92 സെപ്റ്റംബറിൽ ഞങ്ങളൊരു ചെറിയൊരു ഷെഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അതുണ്ടാക്കി കഴിഞ്ഞിട്ട് 93 ഫെബ്രുവരി 11 ഞങ്ങൾ ഡോൺ ബോസ്കോ സ്കൂൾ തുടങ്ങി അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഈ 93 മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ ഇവിടെ ഒക്ടോബർ 7-ാം തീയതി ഈ ദിവസം നമ്മളിവിടെ തുടങ്ങി. എല്ലാവരും പറഞ്ഞ ആദ്യമായിട്ട് ഇവിടെ വന്ന അച്ഛൻ ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛൻ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വില്ലേജ് ചെന്നപ്പോൾ അച്ഛൻ്റെ ആദ്യമായിട്ട് അവർ ഫോട്ടോയിലൊക്കെ ഈശോയെ കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ രൂപം കണ്ടപ്പോൾ അങ്ങാണോ ഈശോ എന്ന് ചോദിച്ച അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട് അച്ഛൻ. അപ്പം അച്ഛന് ഓർത്തെടുക്കാൻ പറ്റുമോ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആദ്യമായിട്ടൊരു വൈദികൻ എന്ന രീതിയിൽ അച്ഛനെ കാണാൻ സാധിച്ചത്? അത് പറഞ്ഞാൽ ഇപ്പം ഈ നീഷ്യ ഏരിയയിലെ ഏകദേശം മൊത്തം മാംഗോയില് പാച്ചോ, പിങ്ദേ, സെർച്ചിഗായ്, സിൽസെങ്കോ, ഏരിയ. പിന്നെ ഈ ഇവിടെ വരുവാണെങ്കിലും റതങ്, റക്സോ, റൈങ്, ഓൾ ദിസ്. പിന്നെ കൊളോറിങ് പോണെങ്കിൽ പാരീഷ് ആയിരിക്കുന്ന കൊളോറിയാങ്, സംഗ്രാം, സ്നോപ്പിൻ, പാലിനി ഏരിയയിലൊക്കെ ഒരു വൈദികൻ എന്ന നിലയിൽ ആദ്യമായിട്ട് കടന്നു വന്ന അച്ഛൻ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഹർമുട്ടിയിൽ നമ്മൾ ഈ സ്ഥലങ്ങളിൽ നോക്കിക്കൊണ്ടിരുന്ന ഒറ്റ ഇടവകയായിരുന്നു. ഇപ്പൊ അത് 28 ഇടവകയായിട്ടുണ്ട്. അത്രമാത്രം ഒരു വളർച്ച നമുക്ക് ഈ ഒരു കാലഘട്ടമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ്റെ യാത്രയിൽ ഒത്തിരി അനുഭവങ്ങൾ അച്ഛൻ ഉണ്ടായിട്ടുണ്ട്. നല്ലതും മോശവുമായ അനുഭവങ്ങളുണ്ടായിരുന്നു, വേദന നിറഞ്ഞ അനുഭവങ്ങളുണ്ടായിരുന്നു, മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അച്ഛൻ അതുപോലുള്ള സംഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമായിരിക്കും? പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ പേടിപ്പിക്കുന്ന പറഞ്ഞാൽ ഞാൻ നേരിട്ട് അങ്ങനെ പേടിച്ചിട്ടില്ല, നേരിട്ട് അങ്ങനെ. പക്ഷേ ഭയപ്പെടേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഞാൻ അറിയുന്നത് പിന്നീടാണ്, ആദ്യം എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ 1983 ആദ്യമായിട്ട്
ഇങ്ങോട്ട് ക്രിസ്മസിന് വേണ്ടി വരികയാണ് ഈ അരുണാചലിലേക്ക്. അപ്പം ഇവിടെയുള്ളവർക്ക് അറിയായിരുന്നു അച്ഛൻ വരുമെന്ന്. ഇവിടെയുള്ളവരെന്ന് പറഞ്ഞാൽ ഏജാളി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ളവർക്ക് അറിയായിരുന്നു അച്ഛൻ വരുമെന്ന്. അപ്പം ആ സമയത്ത് പെർസിക്യൂഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പം നമ്മളെ കൊന്നാൽ പോലും ആരും ഒന്നും പറയാൻ പോവില്ല, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലായിരുന്നു. അപ്പം അവർക്കറിയായിരുന്നു ഇങ്ങനെ അച്ഛൻ വരും. അപ്പം ഒരു പ്ലാൻ ചെയ്തു, ഞാൻ വരുമ്പം എന്നെ കൊല്ലണം, ഒരു ഗ്രൂപ്പ് എന്നെ കൊല്ലണം. അതിനായിട്ട് എല്ലാവരും പ്ലാൻ ചെയ്തു വെച്ചു. ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ ഹർമുട്ടിയിൽ നിന്ന് ബസ് കയറി വന്നു. ബസ് കയറി ഈ സീറോയ്ക്ക് പോകുമ്പം ഈ ഏജാളിയിലാണ് അവർ ബസ് നിർത്തി ഭക്ഷണം കഴിക്കുന്നത്. അതായത് അന്ന് ഹർമുട്ടിയിൽ നിന്ന് സീറോയ്ക്ക് മാത്രം ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ് ഉണ്ടായിരുന്നു. ഇത് 83-ലാണ്, 93-ലാണ്, 83-ല്. അപ്പോൾ ആ സമയത്ത് ഇതൊരു 8-9 മണിക്കൂറത്തെ യാത്രയാണ് ഹർമുട്ടി അന്ന് സീറോ വരെ. അപ്പം ഇവിടെ നമ്മൾ ഏജാളി ഒരു ഹാഫ് വേ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി. അവരുടെ പ്ലാനിലായിരുന്നു ഞാൻ ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങുമെന്ന് അവർക്കറിയാം. അപ്പം അവരെന്നെ കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ അച്ഛനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അത് പെർസിക്യൂഷൻ്റെ സമയം. അപ്പം ആരെങ്കിലും ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ ഒരു വലിയൊരു എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള ഒരു കാര്യങ്ങളാണ്. ഒരു ക്രിസ്ത്യനെ പെർസിക്യൂട്ട് ചെയ്തോ കൊന്നോ അങ്ങനെയുള്ള രീതിയിൽ. ഏതൊക്കെയാലും ഞാൻ അവിടെ ഇറങ്ങി, ഞാൻ ഭക്ഷണം കഴിച്ചു, സുഖമായിട്ട് ബസ് കയറി സീറോയിൽ പോയി തിരിച്ചു വന്നു. പിന്നെ ഞാൻ ഹർമുട്ടിലേക്ക് തിരിച്ചു പോയി. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. 84-ൽ ഒരു പയ്യൻ താവ് തകർ പുള്ളി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, അച്ചോ 83-ൽ അച്ഛൻ പോയ സമയത്ത് ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു അച്ഛനെ കൊല്ലാനായിട്ട്. പക്ഷേ അച്ഛൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഈ പെൺകുട്ടിക്ക് അച്ഛനെ തിരിച്ചറിയാൻ പറ്റിയില്ല. ദൈവത്തിൻ്റെ ഒരു വല്ല അനുഭവം. അതുകൊണ്ട് മാത്രം അച്ഛൻ അന്ന്. അതെ. അപ്പം ഇതെനിക്കറിയത്തില്ല, പിന്നെയാണ് ഞാൻ അറിയുന്നത്. ആ സംഭവം ഈ എന്നെ കൊല്ലാൻ നിന്ന ആൾ തന്നെ എന്നോട് പറയുകയാണ്. ആ താവുത്തകർ പുള്ളി എന്തോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പുള്ളിന് പറഞ്ഞു, എനിക്കും ക്രിസ്തുവിനെ സ്വീകരിക്കണം, എനിക്കും ഒരു നല്ല ജീവിതം നയിക്കണം എന്ന് പറഞ്ഞ് പുള്ളി 84-ൽ ഫെബ്രുവരിയിൽ ഹർമുട്ടിയിൽ വന്നു. അങ്ങനെ ആ സമയത്താണ് പുള്ളി എന്നോട് പറഞ്ഞത്. അച്ഛൻ ഇത് അച്ഛൻ അറിയാതെ പോയ അനുഭവം. എന്നാലും പല അവസരങ്ങളും അച്ഛൻ എവിടെന്നെങ്കിലും ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല. പലരും രക്ഷിച്ച കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ കട്ടിലടി ഒളിപ്പിച്ചും അല്ലാതെ വേഗം വന്ന വില്ലേജിൽ നിന്ന് ഓടിച്ചു വിട്ടും ഒക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് പറയുകയാണെങ്കിൽ 86-ൽ ഞാൻ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് ഞാൻ കൊളറിങ്ങിന് പോകുമായിരുന്നു. കൊളറിങ്ങിന് പോകുന്നതിന് അതിനു മുമ്പ് ഇംലം എന്നും പറഞ്ഞ ഒരു വില്ലേജ് ഉണ്ട്. അവിടെ ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു. ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു നമുക്ക് കൊളറിങ്ങിന് പോകണം. കൊളറിങ്ങിന് ഞങ്ങൾ ചെല്ലാന്ന് പറഞ്ഞു. അവിടെ പള്ളി അവരുടെ ആയിട്ടൊരു ചെറിയൊരു പള്ളി അവർ പണിതു. ആദ്യമായിട്ട് അച്ഛൻ ചെല്ലുകയാണ്. ആദ്യമായിട്ട് ഒരു പള്ളി പണിത. അത് പള്ളി വെഞ്ചരിക്കാനൊക്കെ ആയിട്ട് ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. അപ്പം ഇത് നടന്നു പോകണം. ഞാൻ ഈ 25-ന് ക്രിസ്മസ് കഴിഞ്ഞു. 26-ന് ഞാൻ വേറെ ഒരു വില്ലേജിൽ പോയി. 27-ന് വേറെ ഒരു വില്ലേജിൽ പോയി. അപ്പോൾ 27 ഞാൻ കൊളറിങ് നടന്നെത്തി. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ മടുത്തില്ലേ, ഇനി ഇപ്പം അച്ഛൻ കിടന്നുറങ്ങുക, നാളെ നമുക്ക് പള്ളി വെഞ്ചരിക്കാം. എന്ന് ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എനിക്ക് കിടക്കാനായിട്ട് അവിടുത്തെ ഒരു ഗവൺമെൻറ് ക്വാർട്ടർ ഉണ്ടായിരുന്നു. അവിടെ എന്നെ കിടത്തി. അപ്പം ഞാൻ ഒന്നും അറിയാതെ അവിടെ കിടക്കുകയായിരുന്നു. 28-ാം തീയതി അതിരാവിലെ 2 മണിക്ക് എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു പയ്യൻ ബെങ്കിയ തകർ, പുള്ളി ഇപ്പോഴും ഉണ്ട്, ജോർജ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി എൻ്റെ അടുത്ത് വന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ വളരെ സങ്കടമായ ഒരു വാർത്തയാണ്, ആൾക്കാർ വന്ന് നമ്മുടെ പള്ളി കത്തിച്ചു കളഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അന്നേരം പുള്ളി എന്നോട് പറഞ്ഞു, അച്ചോ ഇനി നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് പോകണം. എന്നാലും ഞാൻ പറഞ്ഞു, പല ആൾക്കാരും നമ്മളെ കാണാനായിട്ട് നിൽക്കുന്നുണ്ട്, നമ്മളെ പറ്റി അറിയാനായിട്ട് നിൽക്കുന്നുണ്ട്. ഏതൊക്കെയാലും ഞാൻ പറഞ്ഞു, ഏതൊക്കെ അവരൊന്നും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കാണണമല്ലോ,
അത് എന്ന് പറഞ്ഞു ഏതൊക്കെയാലും ഞങ്ങളൊരു വീട്ടിൽ അവരെല്ലാം കണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് പോയി. പക്ഷേ അന്ന് ഞാൻ ആ കൊളോറിങ് എത്തുന്ന സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവുണ്ട്. ഞാൻ എത്തുമ്പം കുറച്ച് പേര് അവിടെ ഈ കാരം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ എന്നെ അവിടെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഈ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിൾ ക്ലോത്തേൽ അവർ ടേബിൾ ക്ലോത്ത് ഇട്ടില്ല, ഒരു ചാക്കിട്ടു. അതൊരു ഇൻസൾട്ടായിരുന്നു. ചാക്കിട്ടിട്ട് അവരുടെ ഉദ്ദേശം എനിക്ക് കോഴിത്തീട്ടം തരാനായിരുന്നു, എന്നെ കൊണ്ട് അത് കഴിപ്പിക്കാൻ. ഏതൊക്കെയാലും അവിടെയുള്ള 2-3 പേര് അതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അന്ന് എല്ലാവരും കേട്ട, ഇവിടെയുള്ള ഈ പല്ലിനൊക്കെ എല്ലാവരും കേട്ട് എന്നെ കൊന്നു എന്നാണ്. അപ്പോൾ എൻ്റെ ഡെഡ് ബോഡി ക്യാരി ചെയ്യാനായിട്ട് ഇവിടുന്ന് ആൾക്കാർ കൊളോറിങ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പല വില്ലേജിൽ നമ്മളെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു പോകാനൊക്കെ ആയിട്ട്. അപ്പം ഇവിടുന്ന് ഒരു 10-30 ആൾക്കാരെ എന്നെ അക്കമ്പനി ചെയ്തു, തോക്കുമൊക്കെ ആയിട്ട് അക്കമ്പനി ചെയ്ത് ഞങ്ങൾ പസിപ്പർലോയിൽ പോയി. പിന്നെ അങ്ങനെ പല സ്ഥലത്തും പോയി തിരിച്ചു. ഇത് ഒപ്പം തന്നെ ഇപ്പം ഈ യാത്രയിലൊക്കെ ഞങ്ങൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ റിസ്കി ആയിട്ടുള്ള പാലങ്ങളൊക്കെ, തൂക്കുപാലങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, ഒറ്റത്തടി പാലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ യാത്രയിൽ? ഒരു സമയത്ത് വലിയൊരു അപകടമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ടൂറിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സംഗ്രമിന്നാണ് തുടങ്ങിയത്. സംഗ്രമിന്ന് തുടങ്ങി പിന്നെ അവിടെ വില്ലേജിലൊക്കെ പോയി യങ്തയിലെത്തി. യങ്തയിലെത്തി കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, അച്ഛൻ ഇവിടെ നിൽക്കത്തില്ല, ഇവിടെ ആൾക്കാർ വഴക്കുണ്ടാക്കാൻ വരും ഇവിടെ, അതുകൊണ്ട് ഉടനെ തന്നെ വേണം. ഞാൻ യങ്തയിലെത്തിയത് 6 മണി വൈകുന്നേരമാണ്. ഏതൊക്കെയാലും അവിടെയുള്ള ആൾക്കാരെ കണ്ടു. ഞാൻ അവിടെ പെട്ടെന്ന് കുർബാന ചൊല്ലി കഴിഞ്ഞിട്ട് പെട്ടെന്ന് രാത്രി തന്നെ പോകണമെന്ന് പറഞ്ഞു. ഏതൊക്കെയാലും അന്നത്തെ കാലത്ത് ഇറങ്ങി വരണമെങ്കിൽ ഒരു ചെറിയൊരു വഴിയുള്ളൂ, ചെറിയൊരു വഴി. അത് മൊത്തം ഇങ്ങനെ എന്താ പറയുന്നത്, ഈ സിക്സാക്കായിട്ട് വരുന്ന വഴിയാണ്. താഴത്തേക്ക് പോവുകയാണെങ്കിൽ വലിയൊരു നദിയിലേക്കാണ് പോകുന്നത്. ഏതൊക്കെയാലും ഞങ്ങൾ രാത്രിയിലാണ് നടന്നുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ രാത്രി നടന്നു വരുന്ന സമയത്ത് ഇത് ചെറിയ പാത്താണല്ലോ. അപ്പം ഞാൻ സ്ലിപ്പ് ചെയ്തു, ഞാൻ വീണിട്ട് എന്നെ രക്ഷിച്ചത് ഒരു മരം മാത്രമാണ്. അവിടെ ഒരു മരം, ആ മരത്തിൻ്റെ കമ്പേ പോയി എൻ്റെ കാല് തങ്ങിയിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആ ഒരു 500 അടി താഴത്തേക്ക് അങ്ങോട്ട് പോയേനെ. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഈ യാത്രയുടെ ഇടയ്ക്ക് പലപ്പോഴും അച്ഛന് മണിക്കൂറുകൾ നടക്കുമ്പോൾ കാലിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ആൾക്കാർ ചുമന്നുകൊണ്ട് പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്? അങ്ങനെ ഒന്നുമില്ല. അന്നത്തെ കാലത്ത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. ദൈവം എനിക്കൊരു സുഖക്കേടും തന്നില്ല. എൻ്റെ ലോങ്ങസ്റ്റ് ടൂർ നടക്കുന്ന 31 ദിവസം കണ്ടിന്യൂസ് നടപ്പായിരുന്നു. 31 ദിവസം കണ്ടിന്യൂസ്. എങ്ങോട്ടാണ് പോയത് അച്ഛൻ? ഞാൻ പല്ലിന്ന് തുടങ്ങിയിട്ട് സംഗ്രമേരിയ ടൂർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കൊളോറിങ് ഏരിയ ടൂർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദാമിങ് പോയി, പസിപ്പറിൽ പോയി, തിരിച്ചു വന്നിട്ട് പിന്നെ യങ്തേ, അത് കഴിഞ്ഞിട്ട് പിന്നെ തലി ഏരിയയിലേക്ക് കടന്ന് തിരിച്ച് പല്ലിലേക്ക് പോയി. ഈ അച്ഛനിപ്പോൾ ഈ പറയുന്ന കൊളോറിയാങ്, നമ്മൾ സംഗ്രാം വരെ പോയിരുന്നു. ഹർമുട്ടിയിൽ നിന്ന് കൊളോറിയാങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ റോഡിൽ ഇപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 12 മണിക്കൂർ വേണം. അത്രയും ദൂരം വണ്ടിയിൽ ഇന്ന് യാത്ര ചെയ്യണം. ആ വഴികളിൽ കൂടെ അച്ഛൻ നടന്നതാണ് പറയുന്നത്. മിഷണറിമാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓരോ സ്ഥലത്തും തുടങ്ങിയാൽ മറ്റു സ്ഥലത്തൂടെ കറങ്ങി 31 ദിവസം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ തുടങ്ങിയിടത്ത് എത്തിയത്. അതായിരുന്നു അച്ഛൻ്റെ ലോങ്ങസ്റ്റ് ടൂർ എന്ന് പറയുന്നത്. അച്ഛൻ മിഷണറിമാർ ഇനിയും ഇങ്ങോട്ട് അനേകം കടന്നു വരുന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് പ്രത്യേകിച്ച് അച്ഛന് കൊടുക്കാനുള്ള എല്ലാ ഉപദേശങ്ങളും ഉണ്ടോ എന്ന് പറഞ്ഞാൽ, ഏത് രീതിയിലാണ് ഇവർക്ക് ഇനിയും മുന്നേറാൻ സാധിക്കുകയെന്ന് അച്ഛൻ്റെ ആ ഒരു 40 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും വലിയ മിഷണറി യേശു ആയിരുന്നു. അപ്പം യേശുവിനെ പോലെ പ്രവർത്തിക്കുക. യേശു ആൾക്കാരുടെ അടുക്കിലേക്ക് ചെന്നു. ആൾക്കാരെ യേശുവിൻ്റെ അടുത്തേക്കല്ല, യേശു ആൾക്കാരുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി, അങ്ങനെ ഒരു മനസ്ഥിതി നമുക്ക് വേണം. നമ്മൾ ആൾക്കാരുടെ അടുത്തേക്ക് പോകണം. ഈ ഭാഷ, നിഷി ഭാഷ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന അച്ഛൻ. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അച്ഛൻ ഈ പോയ സ്ഥലങ്ങളെക്കുറിച്ച് മാത്രമല്ല, അവിടെയുള്ള ഓരോ
വ്യക്തിയെക്കുറിച്ചും അച്ഛന് നല്ല വ്യക്തമായ അറിവുണ്ട്. അപ്പോൾ തന്നെ സംസാരത്തിനിടയ്ക്ക് നമ്മൾ കേട്ടു അച്ഛന് ഓരോ വർഷവും ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് പറയുന്നത്. ദൈവം എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഭാഷ പഠിച്ച് അവരോടൊപ്പം നടക്കാനായിട്ട് അച്ഛൻ പരിശ്രമിച്ചത്. ഇന്ന് ഈ അരുണാചൽ പ്രദേശിനെ നയിച്ചുകൊണ്ടിരിക്കുന്നവരിൽ പലരും അച്ഛനിലൂടെ അച്ഛൻ്റെ സഹായത്തോടു കൂടി പഠിച്ചവരും അച്ഛൻ്റെ സഹായം സ്വീകരിച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു തരത്തിൽ സഭയെ കാണുന്നുണ്ട്. സഭയോട് അവർക്ക് കൂടുതൽ സ്നേഹമുണ്ട്, ഒപ്പം അച്ഛനോടും സ്നേഹമുണ്ട്. ഇതുപോലുള്ള അനേകം തീക്ഷ്ണമതികളായ മിഷണറിമാരെയാണ് നമുക്ക് സഭയ്ക്ക് ആവശ്യം. മറ്റെല്ലാത്തിനും ഉപരിയായിട്ട് ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധ, യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി, യേശുവിൻ്റെ ജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇതുപോലുള്ള മിഷണറിമാരെ ഇനിയും നമുക്ക് കണ്ടെത്താൻ സാധിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. നമുക്ക് ഈ നിമിഷത്തിൽ അച്ഛന് പ്രത്യേകം നന്ദി പറയാം. ഇത്രയും മനോഹരമായിട്ട് നമ്മളോട് ഈ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിന് അച്ഛന് പ്രത്യേകം നന്ദി. ഒപ്പം തന്നെ ഈ ഒരു ചൈതന്യം സ്വീകരിക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കട്ടെ. അതുകൊണ്ട് തന്നെ അച്ഛന് പ്രത്യേകം നന്ദി. താങ്ക് യു. ജയ് ജയ്. ജയ് ജയ്.